Hi everyone, it's me Momsi. Welcome to Beyond Book Series Week 2. ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത് എങ്ങനെ കൂടുതൽ മികവോടെ എക്സലൻസോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാമെന്നാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പാഠമാണ് ഫോക്കസ്. നമ്മൾ എന്തിനാണോ ശ്രദ്ധ നൽകുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ വളരുന്നത്. അനാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ അത് വളരും, മറിച്ച് നമ്മുടെ സ്വപ്നങ്ങളിൽ ശ്രദ്ധിച്ചാൽ അത് വളരും എന്നതാണ് സത്യം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുസ്തകം വായിക്കാനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യുമ്പോഴോ പെട്ടെന്ന് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. നമ്മൾ വിചാരിക്കും വെറുതെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന്. പക്ഷേ ആ ഒരു നോട്ടം ചിലപ്പോൾ 20 മിനിറ്റോ അതിൽ കൂടുതലോ ആണ് നഷ്ടപ്പെടുന്നത്. ഇതിനെയാണ് ഡിജിറ്റൽ നോയ്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശ്രദ്ധയെ കവർന്നെടുക്കാൻ ചുറ്റും ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഫോക്കസ് എന്നത് ഒരു സ്കില്ലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു കുഞ്ഞു ആക്ടിവിറ്റി നൽകുകയാണ്. ഈ ഒരു ആക്ടിവിറ്റിയുടെ പേരെന്ന് പറയുന്നത് 30 മിനിറ്റ് ഡീപ്പ് ഡൈവ് എന്നാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഫോൺ സൈലന്റ് ആക്കി മാറ്റിവെക്കുക. അടുത്ത 30 മിനിറ്റ് നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ മെല്ലെ അതിനെ തിരികെ കൊണ്ടുവരിക. 30 ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാവുന്നതാണ്. ദെൻ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ തീർക്കാൻ പറ്റി എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ വിലയിരുത്തുക. ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു ചെറിയ ടിപ്പ് കൂടി ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. നമ്മൾ പലരും വിചാരിക്കുന്നത് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് നമ്മൾ വിളിക്കുന്ന മൾട്ടി ടാസ്കിങ്, വലിയ മിടുക്കാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. നമ്മുടെ മസ്തിഷ്കം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മോണോ ടാസ്കിങ് ശീലമാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതായത് പഠിക്കുമ്പോൾ പഠനം മാത്രം, ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് മാത്രം കഴിക്കുക. ഈ ഒരു മാറ്റം നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് വർക്കിനെ വർദ്ധിപ്പിക്കും. സോ ഇന്ന് തന്നെ ഈ ഒരു 30 മിനിറ്റ് ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കൂ. നിങ്ങൾ ചലഞ്ച് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് നമ്മളുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നാളെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.